ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാം ഒരുപാട് ഏകാന്തത അനുഭവിക്കുന്നവരാണെങ്കിൽ, ഒരുപാട് മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ, അത് നമുക്ക് ചുറ്റും ആരുമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ടായിരുന്നിട്ടും നമ്മെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരായും കരുതുന്നവരായും നമ്മുടെ മനസ്സിനെ പരിഗണിക്കുന്നവരായും ആരുമില്ലാത്തത് കൊണ്ടാണ്. ഇപ്രകാരം ഒരു വേദനകളിലൂടെ കടന്നു പോകുന്നവരാണ് നാമെങ്കിൽ, ഇന്നത്തെ സുവിശേഷത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്നത് ആശ്വാസത്തിൻ്റെ വചനങ്ങളാണ്. യേശുനാഥൻ പറയുന്നു, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരും, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഈ ഭൂമിയിൽ ആരും നമ്മെ ഉപേക്ഷിച്ചാലും തിരസ്കരിച്ചാലും വേദനിപ്പിച്ചാലും നമ്മെ ചേർത്ത് പിടിക്കുന്ന, ആത്മാർത്ഥമായി പരിഗണിക്കുന്നൊരു ദൈവം നമുക്കുണ്ട് എന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശുനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പിതാവ് തന്നെ കൂടുതൽ സ്നേഹിച്ചു എന്നതിൻ്റെ പേരിൽ സഹോദരന്മാരാൽ തിരസ്കരിക്കപ്പെടുകയും പൊട്ടക്കിണറിയപ്പെടുകയും അന്യായമായ തടങ്ങളിൽ പാർപ്പിക്കപ്പെടുകയും ചെയ്തിട്ടും പഴയ നിയമത്തിലെ ജോസഫ് തളരാതിരുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഉൽപ്പത്തിയുടെ പുസ്തകം 39:2 നാം വായിക്കും, ഇതെല്ലാ കാര്യങ്ങളിലും ദൈവം അവനോടുകൂടി ഉണ്ടായിരുന്നു. ഈ ജനം ദുശാഠ്യക്കാരായ ജനമാണെന്ന് ദൈവം തന്നെ പറഞ്ഞിട്ടും ആ ജനത്തെ കാനാൻ ദേശത്തിലേക്ക് നയിക്കുവാൻ ദൈവം ജോഷുവയെ തിരഞ്ഞെടുക്കുമ്പോൾ, ജോഷിയുടെ പുസ്തകം 1:9 ദൈവം പറയുന്നു, ഭയപ്പെടേണ്ട, ശക്തനും ധീരനുമായിരിക്കുക, നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോടുകൂടി ഉണ്ടായിരിക്കും. ഒരുപാട് വേദനകളും സഹനങ്ങളിലൂടെ കടന്നു പോവുകയും തിരസ്കരിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടും ഫിലിപ്പിയർക്ക് ലേഖനം 4:19 പൗലോസ്ലീഹ പറയുന്നു, നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും നമുക്ക് ആവശ്യമുള്ളതെല്ലാം ക്രിസ്തു വഴി നമുക്ക് നൽകും. ഈ വചനഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ഈ ഭൂമിയിൽ നാം സ്നേഹിച്ചവർ, നാം ആത്മാർത്ഥമായി സ്നേഹിച്ചവർ നമ്മെ സ്നേഹിച്ചില്ലെങ്കിലും, നാം കരുതുമെന്ന് കരുതിയവർ നമ്മെ ഉപേക്ഷിച്ചു പോയാലും, നമ്മെ ഉപേക്ഷിക്കാതെ കരുതുന്ന, ചേർത്ത് പിടിക്കുന്നൊരു ദൈവം നമുക്കുണ്ട് എന്ന ഒരു സത്യമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 46:4 ദൈവം പറയുന്നു, നിന്റെ വാർദ്ധക്യത്തിലും ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും, നിനക്ക് നര ബാധിക്കുമ്പോഴും ഞാൻ അങ്ങനെ തന്നെയായിരിക്കും, ഞാൻ നിന്നെ സൃഷ്ടിച്ചു, ഞാൻ നിന്നെ രക്ഷിക്കുകയും ചെയ്യും. ഇത്രമാത്രം നമ്മെ കരുതുന്നൊരു ദൈവം നമുക്കുണ്ടായിരുന്നിട്ടും പിന്നെ എന്തുകൊണ്ടാണ് ഈ ദൈവത്തിൻ്റെ സ്നേഹം നാം തിരിച്ചറിഞ്ഞില്ല എന്ന് ചോദിച്ചാൽ, ഈ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയാതെ ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങളിലൂടെയും വേദനകളിലൂടെയും ഒറ്റപ്പെടലുകളുടെയും നാം കടന്നു പോകേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ, ഈ കരുതുന്ന ദൈവത്തെ പരിഗണിക്കാതെ നമ്മുടെ സമ്പത്തിനെയും മക്കളെയും നമ്മുടെ സുഹൃത്തുക്കൾക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ദൈവത്തിൽ ആശ്രയിക്കാതെ അവരിൽ ആശ്രയിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയതുകൊണ്ട് മാത്രമാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 55:22 ദൈവം പറയുന്നു, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. വെളിപാടിന്റെ പുസ്തകം 21:3 നാം വായിക്കുന്നു, ഇതാ സിംഹാസനത്തിൽ നിന്നും വലിയൊരു സ്വരം, കർത്താവിൻ്റെ കൂടാരം ദൈവത്തിൻ്റെ കൂടെ, അവിടുന്ന് മനുഷ്യരുടെ കൂടെ വസിക്കുവാനായിട്ട് വരുന്നു. ആയതിനാൽ പ്രിയ സഹോദരരെ, മഴ കഴിയുമ്പോൾ കുടയെല്ലാവർക്കും ഒരു ഭാരമാകുന്നത് പോലെ, നമ്മിൽ നിന്ന് ലഭിക്കുന്നതില്ലാതാകുമ്പോൾ നമ്മെ ഉപേക്ഷിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരുമെന്ന തിരിച്ചറിവോടുകൂടെ അവരിൽ ആശ്രയിക്കാതെ നമ്മെ സ്നേഹിക്കുന്ന, ചേർത്ത് പിടിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. 1 പത്രോസ് 5:6 നാം വായിക്കുന്നു, നിന്റെ ആകുലതകൾ നീ ദൈവത്തിൽ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഈ ഒരു ബോധ്യത്തോടുകൂടെ അനാവശ്യമായി ഏകാന്തതയിൽ ജീവിക്കാതെ, അനാവശ്യമായി മാനസിക സമ്മർദ്ദങ്ങൾ വർദ്ധിപ്പിക്കാതെ, നമ്മെ ചേർത്ത് പിടിക്കുന്നൊരു ദൈവം നമുക്കുണ്ട് എന്ന ബോധ്യത്തോടുകൂടി ആ ദൈവത്തെ മുറുകെ പിടിക്കുവാനും ആ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുവാനും നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നാം എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ ഒരധ്യായം സുവിശേഷം വചനം വായിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുക. രണ്ടാമതായി, ജീവിത വിശുദ്ധിയിൽ ഒരു കോംപ്രമൈസ് ഇല്ലാതെ വിശുദ്ധമായ ജീവിതത്തിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ പരിശ്രമിക്കുക. മൂന്നാമതായി, വചന ശുശ്രൂഷ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് ഒരു രഹസ്യം ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ആശീർവാദത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയായിരിക്കും പ്രസാദിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണാപൂർവ്വം കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.